നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇസ്ലാം മത വിശ്വാസികളുടെ വിശുദ്ധ ഗ്രന്ഥമായ ഖുറാന്റെ പകർപ്പുകൾ കത്തിക്കുകയും അവഹേളിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഡെൻമാർക്കിനും സ്വീഡനുമെതിരെ ഇസ്ലാമിക രാജ്യങ്ങൾ കൂട്ടത്തോടെ നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യത ഏറുകയാണ്. ഇരു രാജ്യങ്ങൾക്കുമെതിരെ ഉചിതമായ നടപടികൾ സ്വീകരിക്കാൻ ഇസ്ലാമിക രാജ്യങ്ങളോട് OIC ആഹ്വാനം ചെയ്തു. സൗദിയിലെ ജിദ്ദയിൽ OIC ആസ്ഥാനത്ത് വിളിച്ചു ചേർത്ത അടിയന്തര യോഗത്തിലാണ് തീരുമാനം. സംഭവത്തിൽ ഇരു രാജ്യങ്ങളും ഇതുവരെ നടപടികളൊന്നും സ്വീകരിക്കാത്തതിൽ 57 ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ അഥവാ OIC നിരാശ പ്രകടിപ്പിച്ചു. ഖുറാനെ അവഹേളിക്കുന്ന സംഭവങ്ങൾ ആവർത്തിക്കുന്നത് തടയാൻ ഔദ്യോഗിക തലത്തിൽ നടപടികൾ സ്വീകരിക്കാൻ സ്വീഡൻ, ഡെൻമാർക്ക് അധികാരികളോട് OIC സെക്രട്ടറി ജനറൽ ഹുസൈൻ ഇബ്രാഹിം താഹ ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ ഇതുവരെ ഒരു നടപടിയും സ്വീകരിക്കാത്തതിൽ ഇരു രാജ്യങ്ങളോടും അദ്ദേഹം നിരാശ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് രാജ്യങ്ങളുമായുള്ള ബന്ധത്തിൽ ഉചിതമെന്ന് കരുതുന്ന പരമാധികാര നടപടികൾ സ്വീകരിക്കാൻ അംഗരാജ്യങ്ങൾക്ക് അദ്ദേഹം നിർദ്ദേശം നൽകുകയായിരുന്നു. സംഭവത്തിൽ അംഗരാജ്യങ്ങളുടെ ആശങ്കകൾ സ്വീഡൻ, ഡെൻമാർക്ക് സർക്കാരുകളെയും ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലിനെയും സെക്യൂരിറ്റി കൗൺസിൽ പ്രസിഡന്റിനെയും അറിയിച്ചതായും അദ്ദേഹം യോഗത്തിൽ വ്യക്തമാക്കി. ഇത്തരം പ്രകോപനങ്ങൾ ഭയാനകമായ തലത്തിൽ എത്തിയിരിക്കുന്നുവെന്നും അത്തരം പ്രവർത്തികൾ നടത്താൻ അനുമതി നൽകിയ അധികാരികളുടെ നിലപാടിൽ അംഗരാജ്യങ്ങൾക്കുള്ള നിരാശയും അവരെ അറിയിച്ചതായും അദ്ദേഹം അറിയിച്ചു. ഖുറാനെ അവഹേളിക്കാൻ ആവർത്തിച്ചു നടക്കുന്ന ശ്രമങ്ങളിൽ കർശന നടപടികൾ കൈക്കൊള്ളാൻ സൗദി വിദേശകാര്യമന്ത്രി അമീർ ഫൈസൽ ബിൻ ഫർഹാൻ സ്വീഡിഷ് വിദേശകാര്യമന്ത്രി ടോബിയാസ് ബിൽസ്ട്രോമിനോട് ഫോൺ സംഭാഷണത്തിലൂടെ ആവശ്യപ്പെട്ടിരുന്നു. വിശുദ്ധ ഗ്രന്ഥം കത്തിക്കുന്ന സംഭവങ്ങൾ ആവർത്തിക്കുന്നത് വിദ്വേഷം വർദ്ധിപ്പിക്കുന്നതിനും ജനങ്ങൾ തമ്മിൽ സംഭാഷണത്തിനും ആശയ സംവാദത്തിനുമുള്ള ശ്രമങ്ങൾ പരിമിതപ്പെടുത്തുന്നതിനും കാരണമായെന്ന് അമീർ ഫൈസൽ ബിൻ ഫർഹാൻ ചൂണ്ടിക്കാട്ടി. അതേസമയം തീവ്രവാദ പ്രവർത്തനങ്ങൾ തടയാൻ നടപടി സ്വീകരിക്കണമെന്ന് അദ്ദേഹം സ്വീഡിഷ് നേതൃത്വത്തോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഖുറാന്റെ പകർപ്പുകൾ കത്തിക്കാനുള്ള ശ്രമങ്ങളെ അപലപിച്ച സ്വീഡിഷ് വിദേശകാര്യമന്ത്രി മതങ്ങളെയും അവരുടെ വിശുദ്ധ ഗ്രന്ഥങ്ങളെയും വ്രണപ്പെടുത്തുന്ന എല്ലാ പ്രവൃത്തികളും തടയാൻ തന്റെ രാജ്യം ശ്രമിക്കുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞതായി സൗദി പ്രസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു. സ്വീഡിഷ് ഭരണഘടന ഉറപ്പു നൽകുന്ന അഭിപ്രായ ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങളെ ചിലർ ദുരുപയോഗം ചെയ്യുന്നതിൽ അദ്ദേഹം അഗാധമായ ഖേദം പ്രകടിപ്പിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ടായിരുന്നു. അതേസമയം സ്വീഡനിൽ വീണ്ടും ഖുറാൻ കത്തിക്കാൻ പദ്ധതികൾ ആസൂത്രണം ചെയ്തിരുന്നതായും റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒരു ടെലിഗ്രാം ഗ്രൂപ്പിലും ഇത് സംബന്ധിച്ച വിവരങ്ങൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.